ഗലീലിയോ തൻ്റെ ടെലിസ്കോപ്പ് ആകാശത്തേക്ക് തിരിച്ച് പ്രപഞ്ച വിസ്മയങ്ങൾ സാധാരണക്കാർക്ക് കാണിച്ചു കൊടുത്തതിൻ്റെ 400-ാം വർഷമാണ് ഇത്. അന്ന് തുടങ്ങിയ ബഹിരാകാശ പര്യവേഷണം സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ വളരെയേറെ പുരോഗമിച്ച് ഇന്ന് ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുന്നതുൾപ്പെടെ ഇന്ത്യയുടെ ചാന്ദ്രയാൻ ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളിൽ എത്തി നിൽക്കുകയാണ്. ഇപ്രകാരം ഒരു ഭാഗത്ത് സാങ്കേതികവിദ്യ പുരോഗമിക്കുമ്പോഴും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇന്നും ജ്യോതിഷത്തിലും മറ്റ് അന്ധവിശ്വാസങ്ങളിലും മുഴുകി കഴിയുന്നു എന്നത് ഒരു വിരോധാഭാസമാണ്. ഗലീലിയോ കാണിച്ചതുപോലെ അറിവ് ആർജിക്കേണ്ടത് ഗ്രന്ഥങ്ങളിൽ നിന്നല്ല, പഴമകളിൽ നിന്നല്ല, പ്രകൃതിയുടെ നിരീക്ഷണത്തിലൂടെയാണ് എന്നും അത് അന്വേഷിച്ച് ബോധ്യപ്പെട്ട് ആണ് മനുഷ്യൻ പുരോഗമിക്കുന്നത് എന്നും തിരിച്ചറിയുമ്പോഴാണ് ശാസ്ത്രബോധം നമ്മളിൽ വികസിക്കുക. ആകാശക്കാഴ്ചയുടെ ഈ വിസ്മയങ്ങൾ തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇനി പഠിക്കാം, തിരിച്ചറിയാം, നെല്ലും പതിരും വേർതിരിച്ചെടുക്കാം. ബഹിരാകാശം അഥവാ സ്പേസ് എന്നും ശാസ്ത്രലോകത്തിന് ഒരത്ഭുതമായിരുന്നു. തിളങ്ങുന്ന ഗോളങ്ങളും വാൽ നക്ഷത്രങ്ങളും ഉൽക്കകളും മനുഷ്യനെ എന്നും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇവയെക്കുറിച്ച് പഠിക്കാനുള്ള മനുഷ്യന്റെ ജിജ്ഞാസയും നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ടെലസ്കോപ്പ് മുതൽ സ്പേസ് സ്റ്റേഷൻ വരെ എത്തി നിൽക്കുന്ന നിരവധി കണ്ടുപിടുത്തങ്ങൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമാണ്. ബഹിരാകാശ പഠനവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രലോകത്തിന് മികച്ച സംഭാവനകൾ നൽകിയ പ്രധാന അന്താരാഷ്ട്ര വ്യക്തിത്വങ്ങളാണ് ഗലീലിയോ ഗലീലി, നിക്കോളാസ് കോപ്പർനിക്കസ്, ജോഹന്നസ് കെപ്ലർ, എഡ്വിൻ ഹബിൾ, സ്റ്റീഫൻ ഹോക്കിൻസ് എന്നിവർ. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രശാഖയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയ പ്രധാന വ്യക്തികളാണ് ആര്യഭട്ട, ഭാസ്കര, ജയന്ത് നർലിക്കർ, വിക്രം സാരാഭായ്, സതീഷ് ധവാൻ തുടങ്ങിയവർ. ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ലുകൾ. 13-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ യുദ്ധത്തിനായി ഉപയോഗിച്ചിരുന്ന ഫയർ ആരോസ് ആണ് റോക്കറ്റിന്റെ പുരാതന രൂപമായി കണക്കാക്കുന്നത്. വെടിമരുന്നായിരുന്നു ഇതിൽ ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത്. 1792-ൽ ടിപ്പു സുൽത്താൻ ഇരുമ്പു സിലിണ്ടറോട് കൂടിയ റോക്കറ്റുകൾ നിർമ്മിച്ച് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരായി ഉപയോഗിച്ചു. 1926 മാർച്ച് 16-ന് റോബർട്ട് ഹോഡ്വേർഡ് വികസിപ്പിച്ചെടുത്ത റോക്കറ്റാണ് മോഡേൺ റോക്കറ്റുകളുടെ തുടക്കം. ഇതിലാണ് ആദ്യമായി ലിക്വിഡ് ഫ്യൂവൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. എന്നാൽ ആദ്യമായി ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിക്ഷേപിക്കുന്നത് 1942-ൽ ജർമ്മനിയാണ്. Burning a mixture of pure alcohol and liquefied oxygen. On its first successful test flight on October 3rd, 1942, the rocket reached a height of 50 miles above the surface of the Earth. ബഹിരാകാശത്തേക്ക് സാറ്റലൈറ്റ് ആദ്യമായി അയക്കുന്നത് 1957-ലാണ്. റഷ്യയുടെ സ്പുട്നിക് എന്ന സാറ്റലൈറ്റ് ആയിരുന്നു ഇത്. The springs snapped, and the nose cone was pushed out of the way. A ball with 4 antennae emerged to go it alone in the darkness of space. Humanity had entered
the space age. 1961 ഏപ്രിൽ 12 യൂറി ഗഗാറിൻ എന്ന റഷ്യക്കാരനാണ് ബഹിരാകാശത്തെത്തിയ ആദ്യ മനുഷ്യൻ. ഭൂമിയെ ഭ്രമണം ചെയ്ത ആദ്യ മനുഷ്യനും ഇദ്ദേഹം തന്നെയാണ്. Its 4.5-ton Vostok spacecraft was put into orbit around the Earth at a height of 190 miles. It took just 89 minutes to complete. Then Gagarin 1969 ജൂലൈ 20 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യനായി. ബഹിരാകാശ ഗവേഷണത്തിലെ മുൻനിര രാജ്യങ്ങൾ USA, റഷ്യ, യൂറോപ്യൻ യൂണിയൻ, ചൈന, ജപ്പാൻ എന്നിവയാണ്. ഈ മുൻനിര വികസിത രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾ വളർച്ചയുടെ ഘട്ടത്തിലാണ്. മറ്റു രാജ്യങ്ങൾ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയച്ചു തുടങ്ങിയ 1960-61 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് ഒരു സൈക്കിളിൽ വെച്ചാണ് വിക്ഷേപണശാലയിലേക്ക് എത്തിച്ചത്. ഈ ശൈശവഘട്ടത്തിൽ നിന്നും 50-ൽ പരം വർഷങ്ങളുടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സ്വന്തമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചൊവ്വ ദൗത്യം മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത വണ്ണം ആദ്യ ശ്രമത്തിൽ തന്നെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു എന്നത് അഭിമാനകരം തന്നെയാണ്. ഇന്ത്യൻ ബഹിരാകാശ ചരിത്രം പരിശോധിച്ചാൽ 1969 ISRO രൂപീകൃതമായതിനു ശേഷമാണ് ഇന്ത്യൻ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് വ്യക്തമായ രൂപവും ദിശയും കൈവരിച്ചത്. It will be our constant endeavor in the years to come to provide the peaceful uses of outer space for the real problems of this nation. വികസ്വര രാജ്യമായ ഇന്ത്യക്ക് ഒട്ടനവധി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിനായി സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും സ്പേസ് ടെക്നോളജിയുമായി മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമാണെന്നായിരുന്നു ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായുടെ കാഴ്ചപ്പാട്. ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റായ ആര്യഭട്ട 1975 ഏപ്രിൽ 19 വിക്ഷേപിച്ചു. ബഹിരാകാശത്തെത്തിയ പ്രഥമ ഭാരതീയനാണ് രാകേഷ് ശർമ്മ. 1984 ഏപ്രിൽ 2 റഷ്യൻ നിർമ്മിത പേടകത്തിലാണ് അദ്ദേഹം ബഹിരാകാശത്തെത്തിയത്. സാറ്റലൈറ്റ് വിക്ഷേപണത്തിനായി ഇന്ത്യ ഇപ്പോൾ ഉപയോഗിച്ചു വരാറുള്ള PSLV, GSLV എന്നിവ ലോകത്തിലെ ഏതൊരു രാജ്യത്തിന്റെയും ഉപഗ്രഹ വിക്ഷേപണ റോക്കറ്റുകളുമായി കിടപിടിക്കുന്നതാണ്. GSLV Mark III is intended to launch heavier communication satellites. How does it help somebody on the street? So the communication satellites are benefiting the common man in the country, number one. And number two, it will provide us to do that more efficiently and through the indigenous capability. Make sure that the reliability is of the order of 0.99. But GSLV Mark III has a capability to put 3 human beings in the crew module that it can carry. ഇന്ത്യയുടെ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ വളർച്ച നമ്മുടെ കാർഷിക വ്യാവസായിക രംഗങ്ങളിലും കാലാവസ്ഥാ പ്രവചനങ്ങളിലും വിലയേറിയ സംഭാവനകൾ നൽകി വരുന്നു. ചുഴലിക്കാറ്റുകൾ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളും കൃത്യമായ പ്രവചനം വഴി വിലയേറിയ ജീവനും സ്വത്തിനും സംരക്ഷണമേകാൻ ഈ സാങ്കേതിക വിദ്യകൾ സഹായകമാവുന്നുണ്ട്. മുൻകാലങ്ങളിൽ 10,000 കൊല്ലപ്പെട്ടിരുന്ന ചുഴലിക്കാറ്റുകൾക്ക് ഇന്ന് ഇരയാവുന്നത് വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണെന്നത് ഇതിന്റെ പ്രത്യക്ഷത്തിലുള്ള തെളിവാണ്. ചന്ദ്രപരിവേഷണങ്ങൾക്കായി ഇന്ത്യ ചന്ദ്രനിലേക്ക് അയച്ച യാത്രികരില്ലാത്ത യാന്ത്രിക പേടകമാണ് ചന്ദ്രയാൻ 1. ഇതിന്റെ പ്രഥമ ലക്ഷ്യം ചന്ദ്രന്റെ ഉപരിതലത്തിലെ രാസമൂലക ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളെ വളരെ കൃത്യതയിൽ പഠിക്കുക എന്നതാണ്. ചൊവ്വ മനുഷ്യനെന്നും കൗതുകപൂർവ്വം നോക്കിക്കണ്ടിരുന്ന ഗ്രഹം. ഭൂമിയും ചൊവ്വയും തമ്മിൽ പല കാര്യങ്ങളിലും ഉള്ള സാദൃശ്യമാവാം അതിനുള്ള കാരണങ്ങളിൽ പ്രധാനം. 17-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടങ്ങളിൽ ടെലസ്കോപ്പിന്റെ സഹായത്തോടുകൂടി ചൊവ്വയെ ചിട്ടയായുള്ള നിരീക്ഷണത്തിന് ഗലീലിയോ വിധേയമാക്കി തുടങ്ങി.
അദ്ദേഹത്തിന്റെ ഈ നിരീക്ഷണങ്ങൾ താൽപര്യമുണർത്തുന്ന ചില വസ്തുതകൾക്കൊപ്പം പല മിഥ്യാധാരണകൾക്കും പിന്നീട് കാരണമായി. ഇവയിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വളരെ വലിപ്പമുള്ള ജലപാതകൾ നിർമ്മിക്കുവാൻ കഴിവുള്ള അതിബുദ്ധിശാലികളായ ജീവികൾ ചൊവ്വയിൽ ഉണ്ടെന്നത്. ഈ ധാരണകൾ മനുഷ്യ മനസ്സിൽ ഉണർത്തിയ ജിജ്ഞാസയാണ് മറീന 9, ദ വൈക്കിംഗ്, മാർസ് എക്സ്പ്രസ് തുടങ്ങിയ സ്വയം നിയന്ത്രിത ബഹിരാകാശ ദൗത്യങ്ങൾക്ക് കാരണമായത്. അമാനുഷിക കഴിവുള്ള ചൊവ്വ നിവാസികളെ തിരഞ്ഞുപോയ ഇവയ്ക്ക് സൂക്ഷ്മജീവികൾ പോലും ഉള്ളതിനുള്ള തെളിവ് കണ്ടെത്താനായില്ല. എന്നിരുന്നാലും ഈ ചുവന്ന ഗ്രഹം ഇന്നും തന്റെ രഹസ്യങ്ങളിൽ പലതും നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല. നിഗൂഢവും അടിസ്ഥാനപരവുമായ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മോം അല്ലെങ്കിൽ മാർസ് ഓർബിറ്റൽ മിഷൻ എന്ന ISRO ദൗത്യത്തിന്റെ ശാസ്ത്രീയമായ ലക്ഷ്യം ഒരു സ്വയം നിയന്ത്രിത ഉപഗ്രഹം ചൊവ്വയുടെ ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ച് ഗ്രഹത്തെക്കുറിച്ച് പഠനം നടത്തുക എന്നതാണ്. എന്നിരുന്നാലും ഈ ചുവന്ന ഗ്രഹത്തിന് ചുറ്റും ഒരു ഉപഗ്രഹത്തെ അയക്കാൻ തക്കവണ്ണം ഉയർച്ച നേടിയ ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ ഒരു ഉദാഹരണം ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കുക എന്നതാണ് സാങ്കേതികമായി പറഞ്ഞാൽ ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. വിക്ഷേപണ സമയത്ത് 1340 കിലോഗ്രാം ഭാരമുള്ള ക്യൂബോയിഡ് ആകൃതിയിലുള്ള ഒരു അന്തരീക്ഷ യാനമാണ് മോം. ഇതിന്റെ ചട്ടക്കൂട് നിർമ്മിച്ചിരിക്കുന്നത് വിവിധ തരം ലോഹ കൂട്ടുകളും സമ്മിശ്ര പദാർത്ഥങ്ങളും ഉപയോഗിച്ചാണ്. മംഗൾയാന്റെ ഒരു വശത്ത് ഘടിപ്പിച്ചിരിക്കുന്ന 3 സോളാർ പാനലുകൾ ഏകദേശം 800 വാട്ട് വൈദ്യുതോർജ്ജം നിർമ്മിക്കാൻ സഹായിക്കും. മറുവശത്തുള്ള ഡിസ്ക് ആകൃതിയിൽ 2.2 ഡയാമീറ്റർ ഉള്ള ആന്റിന ഭൂമിയുമായുള്ള വാർത്താവിനിമയം സാധ്യമാക്കുന്നു. ഇതുകൂടാതെ ഭൂമിയും പേടകവും തമ്മിലുള്ള ദൂരം കൃത്യമായി കണക്കാക്കുവാനും ഇതുവഴി സാധിക്കുന്നു. നക്ഷത്രങ്ങളുടെയും സൂര്യന്റെയും സ്ഥാനം അറിയുവാൻ സഹായിക്കുന്ന സെൻസേഴ്സ്, ജിറോസ്കോപ്പുകളും ദൗത്യത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പേടകത്തിന്റെ ദിക്സ്ഥിതി അഥവാ ഓറിയന്റേഷൻ കണക്കുകൂട്ടാൻ സഹായിക്കുന്നു. മൈക്രോ പ്രോസസ്സറുകൾ അടിസ്ഥാനമാക്കിയുള്ള നിയന്ത്രണ വ്യവസ്ഥയാണ് പേടകത്തിന്റെ യാന്ത്രിക തലച്ചോറായി പ്രവർത്തിക്കുന്നത്. ഇതുവഴി മംഗൾയാന്റെ ദിശയും ഭ്രമണപഥവും വളരെ കൃത്യമായി മനസ്സിലാക്കുവാനും നിയന്ത്രിക്കുവാനും ആവശ്യമെങ്കിൽ മാറ്റുവാനും കഴിയുന്നു. പേടകത്തിന് പുറത്തുള്ള റിയാക്ഷൻ വീലുകളും ചെറിയ റോക്കറ്റ് എഞ്ചിനുകളായ ത്രസ്റ്റേഴ്സും മുഖ്യ എഞ്ചിനായ ലാം അഥവാ ലിക്വിഡ് അപ്പോജി മോട്ടോർ എന്നിവയാണ് മംഗൾയാനെ ഈ ദിശാമാറ്റങ്ങളിൽ സഹായിക്കുന്നത്. ചൊവ്വയുടെ ഉപരിതലത്തെയും കാലാവസ്ഥയെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാൻ മംഗൾയാനിൽ പ്രധാനമായും പേലോഡുകൾ എന്നു വിളിക്കുന്ന 5 ശാസ്ത്രീയ ഉപകരണങ്ങളാണ് ഉള്ളത്. മംഗൾയാന്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായി വർത്തിക്കുന്നത് ഇവയാണ്. ഏകദേശം 15 കിലോഗ്രാം ഭാരമുള്ള ക്യാമറകളും സ്പെക്ട്രോമീറ്ററുകളും ഒക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ചൊവ്വയിലെ ഉപരിതലത്തെ പകർത്താൻ മംഗൾയാനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറയാണ് മാർസ് കളർ ക്യാമറ അഥവാ MCC. മറ്റൊരു പേലോഡായ തെർമൽ ഇൻഫ്രാറെഡ് ഇമേജിംഗ് സ്പെക്ട്രോമീറ്ററിന്റെ പ്രവർത്തനം വഴി ചൊവ്വയുടെ ഉപരിതലത്തിലെ ഘടനയും രാസവസ്തുക്കളും വെളിവാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമായ മീഥേൻ സെൻസർ ഫോർ മാർസ് ചൊവ്വയുടെ അന്തരീക്ഷത്തിലെ മീഥേന്റെ അളവ് കൃത്യമായി നിർണ്ണയിക്കുവാനും അതിന്റെ സ്രോതസ് കണ്ടുപിടിക്കുവാനും ഉതകുന്നു. ജൈവ സ്രോതസ്സുകളിൽ നിന്നും അല്ലാതെയും മീഥേൻ ഉൽപ്പാദിപ്പിക്കപ്പെടാം. ജീവന്റെ സിമ്പലായി പരിഗണിക്കുന്ന മീഥേന്റെ അളവ് അറിയുന്നതിന് അതുകൊണ്ട് തന്നെ സുപ്രധാനമാണ്. ഈ 5 പേലോഡുകളിൽപ്പെട്ട മറ്റൊന്നായ ലെയ്മാൻ ആൽഫ ഫോട്ടോമീറ്റർ ചൊവ്വാഗ്രഹത്തിൽ നിന്നും ജലാംശം നഷ്ടപ്പെടുന്ന പ്രക്രിയയെക്കുറിച്ചുള്ള പഠനമാണ് നിർവഹിക്കുന്നത്. മാർസ് എക്സോഫറിക് ന്യൂട്രൽ കോമ്പോസിഷൻ അനലൈസർ ചൊവ്വയുടെ കാലാവസ്ഥയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഈ പേലോഡുകൾ ശേഖരിക്കുന്ന വിലപ്പെട്ട വിവരങ്ങൾ നേരത്തെ പ്രതിപാദിച്ച ഡിഷ് ആകൃതിയുള്ള ആന്റിന വഴി ഭൂമിയിലേക്ക് അയക്കുന്നു.
വളരെ ശക്തി കുറഞ്ഞ ഈ റേഡിയോ തരംഗങ്ങൾ ബാംഗ്ലൂരുവിലെ ബൈലാലുവിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് സ്വീകരിക്കുന്നു. ഇവിടെ തന്നെയുള്ള ഇന്ത്യൻ സ്പേസ് ഡാറ്റാ സെന്റർ ഈ വിവരങ്ങൾ IDSNൽ നിന്നും സ്വീകരിച്ച് അവ ക്രമീകരിക്കുകയും ചിട്ടയായി സംഭരിച്ച് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രൗണ്ട് സ്റ്റേഷനുകൾ മംഗൾയാന്റെ നിശ്ചിത സമയങ്ങളിൽ ആവശ്യാനുസരണം പിന്തുണയ്ക്കുന്നു. ചുവന്ന ഗ്രഹത്തിലേക്കുള്ള മംഗൾയാന്റെ ഈ യാത്ര അത്യധികം വെല്ലുവിളി നിറഞ്ഞതും ആവേശഭരിതവുമായിരുന്നു. 2013 മംഗൾയാൻ ഫലപ്രദമായി വിക്ഷേപിക്കാൻ അനുയോജ്യമായ സമയം അഥവാ ലോഞ്ച് വിൻഡോ അല്ലെങ്കിൽ വിക്ഷേപണ ജാലകം ഒക്ടോബർ 28 മുതൽ നവംബർ 19 വരെ ആയിരുന്നു. PSLV XL-C-25 എന്ന റോക്കറ്റിൽ മംഗൾയാൻ ചൊവ്വയിലേക്ക് യാത്ര തിരിച്ചതായിരുന്നു ഈ ദൗത്യത്തിന്റെ ആദ്യഘട്ടം. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വിശ്വസനീയമായ വിക്ഷേപണ വാഹനം PSLVയുടെ 25ാമത്തെ വിജയകരമായ വിക്ഷേപണമായിരുന്നു. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം നമ്പർ വിക്ഷേപണ തറയിൽ നിന്നാണ് വിക്ഷേപണം നടന്നത്. ഏകദേശം 45 മിനിറ്റിനു ശേഷം PSLV മംഗൾയാനെ ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു ദീർഘവൃത്ത ഭ്രമണപഥത്തിൽ എത്തിച്ചു. പസഫിക് മഹാസമുദ്രത്തിൽ നങ്കുരമുറപ്പിച്ചിരുന്ന കപ്പലുകളിലെ ഗ്രൗണ്ട് സ്റ്റേഷൻസ് ചരിത്രത്തിൽ ആദ്യമായി PSLVയുടെ അതിനുശേഷമുള്ള ഗതിയും 4ാം ഘട്ടത്തിൽ റോക്കറ്റിൽ നിന്നുമുള്ള പേടകത്തിന്റെ വിഘടനവും നിയന്ത്രിച്ചു. ഈ സമയത്തെ ഭ്രമണപഥത്തിന്റെ പെരീജി 264 കിലോമീറ്ററും അപ്പോജി 23,904 കിലോമീറ്ററും ആയിരുന്നു. പേടകത്തിന്റെ പ്രമുഖ എഞ്ചിനായ ലാം അഥവാ ലിക്വിഡ് അപ്പോജി മോട്ടോർ 7 ഘട്ടങ്ങളിലായി ജ്വലിപ്പിക്കുകയും അതുവഴി സെപ്റ്റംബർ 24, 2014 പേടകം ചൊവ്വയ്ക്ക് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. 300 ദിവസം നീണ്ടുനിന്ന ചൊവ്വയിലേക്കുള്ള മംഗൾയാന്റെ പ്രയാണത്തിനിടയ്ക്ക് പേടകം ഭൂമിയിൽ നിന്നും 1 ബില്യൺ കിലോമീറ്റർ ദൂരത്തിലെത്തിയപ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയം ഭേദിച്ച് ഒരു വക്രാകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ നീങ്ങുവാൻ തുടങ്ങി. ഈ സമയത്ത് സൂര്യന്റെ ഗുരുത്വാകർഷണ പരിധിയിലാണ് പേടകം സ്ഥിതി ചെയ്തിരുന്നത്. അവസാനഘട്ടമായപ്പോൾ, അതായത് പേടകം ചൊവ്വയിൽ നിന്നും 1/2 മില്യൺ കിലോമീറ്റർ അകലത്തിൽ എത്തിയപ്പോൾ മംഗൾയാൻ ചൊവ്വയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ എത്തി. 10 മാസം നീണ്ടുനിന്ന ഈ യാത്രയുടെ അവസാനം മംഗൾയാൻ ചൊവ്വയോടടുത്തപ്പോൾ ലാം ഒന്നുകൂടി ജ്വലിച്ചു. ഇത്തവണ ഇത് മംഗൾയാന്റെ വേഗത കുറയ്ക്കുവാനും ചൊവ്വയ്ക്ക് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ പേടകത്തെ എത്തിക്കുവാനുമാണ് ഉതകിയത്. ഇതിനുശേഷമാണ് മുൻപേ പറഞ്ഞ പേലോഡുകൾ ഉപയോഗിച്ചുള്ള ചൊവ്വ നിരീക്ഷണം ആരംഭിച്ചത്. ഈ ദൗത്യത്തെ സംബന്ധിച്ചുണ്ടായിരുന്ന പ്രധാന വെല്ലുവിളികളിൽ ചിലതാണ്: ഉയർന്ന ഇന്ധനച്ചെലവ്, അത്യധികം റേഡിയേഷൻ നിറഞ്ഞ അന്തരീക്ഷത്തിലെ പേടകത്തിന്റെ പ്രവർത്തനം, പേടകം നേരിടേണ്ടി വരുന്ന വൻതോതിലുള്ള താപവ്യതിയാനം, ചൊവ്വയോടടുക്കുമ്പോൾ സൗരോർജത്തിന്റെ ദൗർലഭ്യത കാരണമുണ്ടാവുന്ന സോളാർ പാനലിന്റെ കുറഞ്ഞ പ്രവർത്തനക്ഷമത തുടങ്ങിയവ. ഇതിനു പുറമെ ISRO ശാസ്ത്രജ്ഞർ മംഗൾയാന്റെ എഞ്ചിനുകളായ ത്രസ്റ്റേഴ്സ്, ലാം എന്നിവയുടെ കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പുവരുത്തുവാനുള്ള നടപടികളും സ്വീകരിച്ചിരുന്നു. മുൻകാല പരിചയാടിസ്ഥാനത്തിൽ ISRO ശാസ്ത്രജ്ഞർക്ക് മേൽപ്പറഞ്ഞ എല്ലാ വെല്ലുവിളികളെയും മറികടന്ന് റെക്കോർഡ് സമയമായ 1 വർഷത്തിനുള്ളിൽ മംഗൾയാന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാനും ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വ കീഴടക്കുന്ന രാജ്യമായി ഇന്ത്യയെ മാറ്റാനും കഴിഞ്ഞു. ഭൂമിയിൽ നിന്ന് അയക്കുന്ന ഒരു റേഡിയോ സിഗ്നൽ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തി തിരിച്ചെത്താൻ 42 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ മംഗൾയാനിൽ തന്റെ പ്രവർത്തന സംബന്ധമായ പ്രശ്നങ്ങൾ സ്വയം കണ്ടുപിടിക്കുവാനും പരിഹരിക്കുവാനുമുള്ള സുപ്രധാനമായ കഴിവ് 42 മിനിറ്റിന്റെ സമയദൈർഘ്യത്തെ തരണം ചെയ്യുന്നു. ഇതാണ് ഇന്ത്യയുടെ പ്രഥമ ചൊവ്വാ ദൗത്യമായ മംഗൾയാനെ മറ്റു രാജ്യങ്ങളുടെ ചൊവ്വാ ദൗത്യ പേടകങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാക്കുന്നത്. അമേരിക്കയുടെ ചൊവ്വാ ദൗത്യ പേടകമായ മാവൻ
4180 കോടി രൂപ ചെലവിട്ട് ചൊവ്വയിലെത്തിയപ്പോൾ ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യ പേടകമായ മംഗൾയാൻ 454 കോടി രൂപ ചെലവഴിച്ച് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ചൊവ്വയിലെത്തിയത് എന്നത് എടുത്തു പറയേണ്ടതാണ്. 130 കോടി ജനങ്ങളുടെ പ്രത്യാശയുടെ പ്രതീകമായി മംഗൾയാൻ എന്ന ബഹിരാകാശ പേടകം ദോഷങ്ങളെ എല്ലാം അകറ്റി മുന്നേറുമ്പോൾ തലമുറകളെ മുന്നോട്ട് നയിക്കുന്ന പ്രചോദനം പകരുന്ന ആശയങ്ങൾ മനുഷ്യനെ കൂടുതൽ അന്വേഷണ കുതികകളാക്കട്ടെ. അറിവിന്റെ ഭ്രമണപഥങ്ങൾ കൂടുതൽ വികസിക്കട്ടെ എന്ന പ്രത്യാശയോടെ ISRO ശാസ്ത്രജ്ഞർക്ക് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നവോദയ അവതരിപ്പിച്ച മംഗൾയാൻ ഇവിടെ സമാപിക്കുന്നു.